നമ്മോടൊപ്പം ഇപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ ശരത്ചന്ദ് ചേരുന്നു, കരസേനയുടെ മുൻ ഉപമേധാവി. ജയ്ഹിന്ദ് സാർ, സ്വാഗതം ജന ടി വിയിലേക്ക്. ഇന്ന് നമ്മൾ കണ്ടു ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ പ്രിസൈസ്, ആക്യുറേറ്റ്, ഡിസ്ട്രക്റ്റീവ്. എന്താണോ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, എന്താണോ ചാരമാക്കാൻ ഉദ്ദേശിച്ചത് അത് മാത്രം. അതിനപ്പുറം ഒരു സിവിലിയൻ ടാർഗറ്റിലേക്ക് പോയിട്ടില്ല. തൊട്ടടുത്ത് തന്നെയുണ്ട് ആർമി കമാൻഡ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അസർ മസൂദിൻ്റെ ഈ താവളത്തിന് മർക്കസ് സുബാനല്ലയ്ക്ക് വളരെ അടുത്ത് തന്നെയാണ് കരസേനയുടെ ക്യാമ്പ് ഉള്ളതെന്നും ഭാരതത്തിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല. ഔദ്യോഗികമായ കരസേന ടാർഗറ്റുകളിലേക്ക് പോയിട്ടില്ല, സാധാരണ ജനങ്ങളിലേക്ക് പോയിട്ടില്ല. എണ്ണി 5+4 9 ടാർഗറ്റുകൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് പഠിച്ചിട്ട് അവിടേക്ക് ടാർഗറ്റ് ചെയ്യുന്നു. എന്നിട്ട് രാവിലെ 10:00 വന്നിട്ട് ബ്രീഫ് ചെയ്യുന്നു നമ്മുടെ നാരീശക്തി ആർമിയുടെ. ഇതൊക്കെയായിരുന്നു കേന്ദ്രങ്ങൾ. കൃത്യമായ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. ഐ വിറ്റ്നസസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുത്തു. എന്തൊക്കെയാണ് നടന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു, കണ്ടെത്തി. എന്നിട്ട് നമ്മൾ നമ്മുടെ അവകാശം ഉപയോഗിച്ചു, ദ റൈറ്റ് ടു ഡിഫെൻഡ് ourselves. അങ്ങയുടെ പ്രതികരണം, അഭിവാദ്യങ്ങൾ, സല്യൂട്ട് സർ. അറ്റ് ദി ഔട്ട്സെറ്റ് നമ്മുടെ ഗവൺമെന്റിനെയും ഇന്ത്യൻ ആം ഫോഴ്സസിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു ഓപ്പറേഷൻ അണ്ടർടേക്ക് ചെയ്തതിന്, ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാനിങ്ങും അതനുസരിച്ച് ഒരു വെൽ കാലിബ്രേറ്റഡ് ആയിട്ട് വളരെ റെസ്ട്രെയിൻ ചെയ്തുകൊണ്ട് ഫോക്കസ്ഡ് ആയിട്ടൊരു ഓപ്പറേഷൻ നടത്തുന്നത് ശരിക്കും നല്ല അഭിനന്ദിക്കേണ്ടതാണ്. ഒന്നാമത്. രണ്ടാമത്, ജനറൽ ഇന്ദ്രമാലൻ പറഞ്ഞതുപോലെ നേരത്തെ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ചില ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ 2014 മുമ്പ് നമ്മൾ ഈ മിലിറ്റൻസിയെ നേരിടാനായിട്ട് നമ്മൾ ഇന്റേണലി എന്ന് വെച്ചാൽ കാശ്മീരിനകത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിരുന്നത്. പോപ്പുലേഷനെ ശ്രദ്ധിക്കുക, അവരെ ഫ്രണ്ട്ലി ആക്കുക, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. നമ്മൾ മിലിറ്റൻസിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാനും അവിടുത്തെ ലോക്കൽ ആൾക്കാരെ മിലിറ്റൻസിയിലോട്ട് കയറാൻ പോകാതിരിക്കാനുമാണ് ശ്രമിച്ചത്. പക്ഷെ ഈ ശ്രമം സക്സസ്ഫുൾ അല്ലായിരുന്നു. കാരണം ഇതിന്റെ മെയിൻ സെന്റർ ഓഫ് ഗ്രാവിറ്റി, മെയിൻ പ്രോബ്ലം കാശ്മീരിനകത്തല്ലായിരുന്നു, വെളിയിലായിരുന്നു, വെച്ചാൽ പാകിസ്ഥാനിനകത്തായിരുന്നു. അപ്പൊ 2014 കഴിഞ്ഞിട്ട് നമ്മള് ഇന്റേണൽ പ്രോബ്ലംസിന് പുറമെ എക്സ്റ്റേണൽ വെച്ചാൽ പാകിസ്ഥാനിലുള്ള പ്രോബ്ലംസിനെ അഡ്രസ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഒന്ന്, അവിടെ നിന്നുള്ള ഫണ്ടിങ്. ആ ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്തതോടെ 2009, 10, 11 നടന്ന അവിടുത്തെ സ്റ്റോൺ പെൽറ്റിങ് അത് ഉടനെ നിന്നു. നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം അവിടെ സ്റ്റോൺ പെൽറ്റിങ് തീർത്തും ഇല്ലാതായി. രണ്ടാമത്തത്, പാകിസ്ഥാനെതിരെ നമ്മൾ പബ്ലിക്കായിട്ട് ഡിപ്ലോമാറ്റിക്കലി ഡീൽ ചെയ്യാൻ തുടങ്ങി. ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലും മോണിറ്ററി ഫണ്ടിലും മറ്റതിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് അവർക്ക് ലോൺസ് കിട്ടാൻ ബുദ്ധിമുട്ടായി. അത് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ്. മൂന്നാമത്തെ വളരെ ശ്രദ്ധേയമായ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിനു മുമ്പും ഇന്ത്യക്കകത്ത് പല ഇൻസിഡൻസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ബോംബെയിൽ വൺ ഓഫ് ദ വേഴ്സ്റ്റ് അറ്റാക്സ് വാസ് ഇൻ ബോംബെ 2008 അത് നടന്നു. പിന്നെ പാർലമെന്റ് അറ്റാക്ക് നടന്നു, ജമ്മു ആൻഡ് കാശ്മീർ അസംബ്ലിയിൽ അറ്റാക്ക് നടന്നു. ഇതെല്ലാം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നു, പ്രൂഫ് പാകിസ്ഥാന് കൊടുത്തു, UN റേസ് ചെയ്തു. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് പാകിസ്ഥാനെതിരായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതേ സമയത്ത് 2014 ഉറി അറ്റാക്ക് ആയാലും 2019 പുൽവാമ അറ്റാക്ക് ആയാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ 16 ഉറി അറ്റാക്ക് കഴിഞ്ഞിട്ട് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുകയും 19 ബാലക്കോട്ട് മിലിറ്റന്റ് ക്യാമ്പിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് ചെയ്തിട്ടും അവർ 3-4 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും ഇപ്രാവശ്യം പഹൽഗാമില് ഇന്നസെന്റ് ആയിട്ടുള്ള സിവിലിയൻസിനെതിരായിട്ട് അവർ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അതിനെതിരായിട്ട് ഗവൺമെന്റ് വളരെ കാര്യമായിട്ട് ആലോചിക്കുകയും
മിലിറ്ററി ലീഡർഷിപ്പുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ആവശ്യത്തിൽ വേണ്ട ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യുകയും ചെയ്തിട്ട് ആസ് എ വൺ നേഷൻ, ഇത് ഒരു യുദ്ധമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇറ്റ് ഇസ് ഓൺലി എ റിട്ടാലിയേഷൻ എഗൻസ്റ്റ് വാട്ട് ദേ ഹാവ് ഡൺ. എന്നാലും വളരെ വിശദമായിട്ട് എന്റെ ഹയസ്റ്റ് ലെവൽ പ്ലാനിങ് ചെയ്തിട്ട് എല്ലാരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഇന്നലെ ഈ 9 സ്ഥലങ്ങളിൽ വിത്തിൻ എ സ്പാൻ ഓഫ് സേ 1 hour ഇങ്ങനെ അറ്റാക്കുകൾ നടത്തി. ആൻഡ് ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞതുപോലെ ഇതുവരെയുള്ള എല്ലാ കൗണ്ടർ മെഷേഴ്സും, നമ്മുടെ ബാലക്കോട്ടായാലും സർജിക്കൽ സ്ട്രൈക്ക് ആയാലും, ഇതെല്ലാം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് വെച്ചാൽ ഈ ഡിസ്പ്യൂട്ടഡ് ഏരിയക്കകത്തായിരുന്നു. അതേ സമയത്ത് ഇപ്രാവശ്യം വി ഹാവ് ഗോൺ അക്രോസ് ദി ഇന്റർനാഷണൽ ബോർഡർ. നമ്മള് പഞ്ചാബ്, ദ ഹാർട്ട് ഓഫ് പാകിസ്ഥാൻ, പഞ്ചാബ് എന്നാണ് ഏറ്റവും കൂടുതൽ മിലിറ്ററി ലീഡർഷിപ്പ് വരുന്നത്. അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പും പഞ്ചാബിൽ നിന്ന് തന്നെ. പഞ്ചാബിൽ ഉള്ള 4 ക്യാമ്പ്സ് നമ്മൾ അറ്റാക്ക് ചെയ്തു. ഇതെല്ലാം വളരെ പ്രിസിഷൻ ഗൈഡഡ് അമ്യൂണിഷൻ വെച്ചാണ്. സോ ഇതൊരു വലിയ ഒരു ചേഞ്ച് ആണ്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഈസ് ഓൾസോ ദ കൈൻഡ് ഓഫ് അറ്റാക്ക്. അതും അതിനെ പറ്റിയിട്ടും ജനറൽ ഇന്ദ്രപാലൻ മെൻഷൻ ചെയ്തിരുന്നു. നമ്മളുടെ പ്രിസിഷൻ സ്ട്രൈക്ക് ഈസ് ഓൺലി ഡെമോൺസ്ട്രേറ്റീവ് ഓഫ് ആർ മിലിറ്ററി കേപ്പബിലിറ്റീസ്. അപ്പോ ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് മെസ്സേജ് ദാറ്റ് we have sent not only to Pakistan but to other neighbors of the country and the world in general.